CPM നേതാക്കളുടെ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള വിവാദ പരാമർശങ്ങൾ, അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ പ്രസ്താവന അത് ഏറെ വിവാദം സൃഷ്ടിച്ചു എന്ന് മാത്രവുമല്ല, ഈ ഒരു വിഷയത്തിൽ സമുദായ നേതാക്കളെല്ലാം മുന്നോട്ട് വരികയും ഈ ഒരു വിഷയങ്ങളിൽ മുഖ്യമന്ത്രി എന്തിന് ഇടപെടണം, ആചാര്യന്മാർക്ക് അറിയാം എന്തൊക്കെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് തീരുമാനിക്കാൻ ആചാര്യന്മാർക്ക് അറിയാമെന്ന് സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ളവർ പറയുന്നുണ്ട്. സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ സനാതന ധർമ്മത്തെ അത്രത്തോളം അവഹേളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഇവർക്കെതിരെ വിവാദങ്ങളും വിമർശനങ്ങളും ഉയരുന്നത്, പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ടിയുടെ അടിത്തറ പോലും ഇളക്കി കളഞ്ഞേക്കാം എന്നൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. പ്രജത്ത്, നമുക്കറിയാം ഈ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പരാമർശം അതും പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് കൂടി വരുമ്പോൾ പാർട്ടിയിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി കൂടി ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ രംഗത്തെത്തിയതിൽ വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി രൂപം കൊള്ളുന്നുണ്ട്. പക്ഷേ അതിലും വലിയ പ്രതിഷേധം അല്ലെങ്കിൽ അതിലും വലിയ ഭിന്നിപ്പൊക്കെ മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഈ പരാമർശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് CPM-ലും ഇടതു മുന്നണിയിലുമാണ് എന്നുള്ള കാര്യത്തിൽ പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവുമില്ലാത്ത ഹിന്ദു വിശ്വാസങ്ങളെ, സനാതന ധർമ്മങ്ങളെ ഈ രീതിയിലുള്ള അവഹേളനത്തിന് തയ്യാറെടുക്കുന്നത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് CPM-നുള്ളിലെയും ഘടകകക്ഷികളുടെയും നേതാക്കളുടെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ അനാവശ്യമായി ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളെ അപമാനിക്കുന്നത് അത് വലിയ രീതിയിൽ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ച ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ നേതാക്കൾക്ക് സംശയമില്ല. പ്രത്യേകിച്ച് CPM-നായാലും ഇടതുമുന്നണിക്കായാലും ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന വിഭാഗം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായി അവർ തന്നെ കാണുന്നത് കേരളത്തിലെ ഹിന്ദു ഭൂരിപക്ഷ വിഭാഗങ്ങളെയാണ്. ഈ വിഭാഗങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങളെ ഈ രീതിയിൽ അപമാനിക്കപ്പെടുമ്പോൾ ആ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടാകുമെന്ന് ഘടകകക്ഷി നേതാക്കളടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെയാണ് രാജ്യത്തെ ഏതൊരു മതവിഭാഗത്തിനെയാണെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, അതിൻ്റെ ഒരു നേതാവ് എന്ന നിലയിൽ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന ആൾ എന്ന നിലയിൽ അത്തരം വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതിന് ഒരു സാധാരണ നടന്നു വരുന്നൊരു രീതിയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വളരെ മോശമെന്നല്ലാതെ നമുക്ക് നിലവിൽ പറയാൻ കഴിയില്ല. CPM സംസ്ഥാന സെക്രട്ടറി ഉപയോഗിച്ച വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ, ആ ഒരു രീതി, ആ ഒരു ശൈലി, അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് സനാതന ധർമ്മത്തെ, ഭാരതത്തിലെ ഏറ്റവും പഴക്കമുള്ള വിശ്വാസ പാരമ്പര്യത്തെ അതിനെ അപമാനിച്ചതോടുകൂടി പൂർണ്ണമായും, പ്രത്യേകിച്ച് നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായ രീതിയിൽ അമിത മുസ്ലിം ഭരണവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയ സമയത്ത്, മുഖ്യമന്ത്രി മുന്നോട്ട് പോയ സമയത്ത് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുകയും CPM-ന് വലിയ വോട്ട് ചോർച്ച ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിനുള്ള കാരണവും CPM വിലയിരുത്തിയത് ഭൂരിപക്ഷ സമുദായങ്ങളിലെ വോട്ടുകൾ അത് BJP-യിലേക്ക് ഒഴുകിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നത് ഹിന്ദു വിശ്വാസത്തെ, ഇത്ര വലിയ പാരമ്പര്യമുള്ളൊരു ആരാധനാ സമ്പ്രദായത്തെ, വിശ്വാസ പദ്ധതിയെ അപമാനിക്കുന്നത് കൂടുതൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ നേതാക്കളെല്ലാം വിലയിരുത്തുന്നതും കണക്ക് കൂട്ടുന്നതും. ഈ നിലപാടായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പോലും നേതാക്കൾ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെയും മുഖ്യമന്ത്രി സമാനമായ വിവിധ പ്രതിസന്ധികളിൽ വീണിട്ട് പാർട്ടിയെയും ഘടകകക്ഷികളെയും കൊണ്ടിടുന്നു എന്നുള്ളൊരു അഭിപ്രായം പോലും ഈ നേതാക്കൾക്കിടയിലുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട വിലയിരുത്തൽ വരുന്നത് നേരത്തെ ഈ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട ചില തീവ്ര ഇസ്ലാമിക സംഘടനകളൊക്കെ കണ്ടുരുട്ടിയതോടെ മുഖ്യമന്ത്രിയും CPM-ഉം ഒക്കെ അവരുടെ ആ നിലപാടുകളൊക്കെ മയപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. പറഞ്ഞതൊക്കെ മാറ്റി പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്നുണ്ടായ ഡാമേജ് പരിഹരിക്കാനായി ഇപ്പോൾ കൂടുതൽ ഒരു തീവ്ര മുസ്ലിം സംഘടനകളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് പോലും ചില നേതാക്കളെങ്കിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPM-ലെ പിണറായി വിരുദ്ധരാകട്ടെ മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ള ഉറപ്പിലുമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട സാമുദായിക ആചാര്യന്മാർ, മതാചാര്യന്മാർ, സന്യാസിമാരെല്ലാവരും മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഈ മോശം പരാമർശങ്ങളിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു മുറിവ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ വീണിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അടിസ്ഥാനപരമായി CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം പോലും ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. പൊതുസമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ശക്തമായ നടപടികൾ ഇതിൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധം ശക്തമാകുന്നു. അതിനൊപ്പം തന്നെയാണ് അനാവശ്യമായി ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിച്ചത്
അതിൽ CPM-നുള്ളിലും ഘടകകക്ഷികൾക്കുള്ളിലും വലിയ എതിർപ്പ് അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രി നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസ കാര്യങ്ങളിൽ, ക്ഷേത്ര കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് അവിടുത്തെ തന്ത്രിമാരാണ്. അത് മറ്റുള്ളവർക്ക്, അതിൽ സ്റ്റേക്ക് ഇല്ലാത്ത ആളുകൾ അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. KB ഗണേഷ് കുമാറിനെ പോലെ ഒരു മന്ത്രി അത്തരമൊരു നിലപാട് പറയുമ്പോൾ ഈ ഹൈന്ദവ വിശ്വാസ പദ്ധതികളെ അവഹേളിക്കുന്നതുമായി ബന്ധപ്പെട്ട CPM-ൽ തന്നെ, ക്ഷമിക്കണം, LDF-ൽ തന്നെ ഏത് രീതിയിലുള്ള വികാരം ഈ നേതാക്കൾക്കിടയിൽ ഉയർന്നു എന്നുള്ളതിന് തെളിവായി അത് മാറിയിരുന്നു. ആ രീതി, സമാനമായ രീതിയിൽ തന്നെയാണ് CPM-ൽ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ, അദ്ദേഹത്തിന്റെ നാക്കുപിഴകൾ പിന്നീട് തിരുത്തേണ്ടി വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഡാമേജ് കൺട്രോളിന് മറ്റ് നേതാക്കൾ ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ CPM-ന്റെ വിവിധ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് CPM-യുടെയും സംസ്ഥാന സെക്രട്ടറിയൊക്കെ കേരളത്തിലെ ഭവനങ്ങളിൽ ഇറങ്ങി സമസ്താപരാധം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ കേരളം കണ്ടതാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും പാർട്ടിയെയും മുന്നണിയെയും ഒന്നും തള്ളിക്കൊണ്ട് പോകരുത് എന്നുള്ളതാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ സംഘടനകളും BJP-യും എല്ലാം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-നെ കൂടുതൽ പ്രതിരോധത്തിലേക്ക്, LDF-നെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകരുതെന്നുള്ളതാണ് ഈ വിഭാഗം നേതാക്കൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ദേവിക. ശരി, അത് തന്നെയാണ്. CPM കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സനാതന ധർമ്മത്തെ അവഹേളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോൾ അതിനെ പിന്താങ്ങുന്ന രീതിയിൽ MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും അത്രത്തോളം വലിയൊരു അല്ലെങ്കിൽ വിവാദപരമായ ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. അതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രജിത്ത് മോഹനനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.